കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൻ. കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൻ. സിയോൻ മലയിൽ സീമയറ്റാനന്ദം എന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ. എന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല സമയം കൂടി ദാനമായി തന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ആരോഗ്യത്തിലും സമാധാനത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തിന് സ്തോത്രം 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 കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ, ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യമെല്ലാം തന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ഇന്നുവരെ ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വേണ്ട ജീവനും ഭക്തിക്കും വേണമെന്ന് തന്ന് പുലർത്തുന്ന ദൈവം അവിടുന്ന് ആകയാൽ പൊന്നുകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും അവിടുത്തെ പൊന്നു പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൊരിസനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആണും പെണ്ണുമായ മക്കളെ ഏൽപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസമൊക്കെ ഏൽപ്പിക്കുന്നു, ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദാനം തന്ന കൊച്ചു തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശമേൽപ്പിക്കുന്നു, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിനായി നന്ദി പറയുന്നു. എല്ലാം അവിടുത്തെ ദാനമാപ്പ അവിടുത്തെ പൊന്നുകരങ്ങളെ താഴ്ത്തി സമർപ്പിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി അയക്കണമേ. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല വിജയം നൽകി മാനിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണമേ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളോട് കൂടെ ഇരിക്കണമേ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ സഹായിക്കണമേ കർത്താവേ. വിദേശത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുടെ മേൽ അവിടുത്തെ അനുഗ്രഹങ്ങളെ പകരണമേ. തടസ്സം മുടക്കം മാറ്റണമേ. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ആവശ്യങ്ങളറിഞ്ഞ് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയൊക്കെ സമർപ്പിക്കുകയാണ്. സമാധാനത്തോടും ആരോഗ്യത്തോടും ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മകളെ പ്രാപ്തൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. സന്തോഷമുള്ള കുടുംബജീവിതം ലഭിപ്പാൻ ഇടയാക്കണമേ. ദുഷ്ടപിശാചാരെയും കാണാതെ സ്വർഗ്ഗം സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങണമേ, പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കൊച്ചു തലമുറകളെല്ലാം അനുഗ്രഹിക്കണമേ. സമാധാനത്തോടും ദൈവകൃപയിലും വളർന്നു മുതിർന്നു വരുവാൻ ഇടയാക്കണം. സകല ബാലപിടികളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഈ സമയം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗത്തിൻ്റെ വഴിപാട് തന്നെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കണമേ. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥന ശബ്ദം കേട്ട് മാനിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവരായിരിക്കുന്നിടത്ത് വരെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. എല്ലാ നന്മയിലും അനുഗ്രഹത്തിലും വഴി നടത്തണമെന്നോടെയും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വീണ്ടും ജോലി തേടി അലയുന്ന മക്കളെ കർത്താവ് സഹായിച്ച് വഴിപാതിൽ തുറന്നു കൊടുത്ത് മാനിക്കണം. ദൈവമായ കർത്താവ്, വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. വിവാഹത്തിന് മനസ്സില്ലാതെ കർത്താവ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അവർക്ക് മനസ്സ് കൊടുക്കണമേ കർത്താവേ. അവരാഗ്രഹിച്ചതായ നല്ല കുടുംബജീവിതം അവർക്ക് ലഭിക്കണം. തക്ക തുണയെ അവർക്ക് ലഭിക്കണം. സ്വർഗവതിനായി അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പ എല്ലാം അത്ഭുതവും ജയമായി നടത്തണമേ. ഒന്നിനും കുറവ് കൂടാതെ കാനാവിലെ കല്യാണം പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാനും സ്വർഗം സഹായിച്ചട്ടപ്പ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ ഏൽപ്പിക്കുന്നു.
സ്വർഗവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. രോഗികൾക്ക് നല്ല വൈദ്യൻ അവിടുന്ന്, മരുന്ന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാലും അത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാത്തവരുണ്ട്, ഓപ്പറേഷൻ അടിമപ്പെട്ട് കിടക്കുന്നവരുണ്ട് കർത്താവേ. ICUലും CCUലും കിടക്കുന്നവർ, ഡെലിവറി റൂമിൽ കിടക്കുന്നവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, തൻ്റെ മക്കളുടെ മേൽ സ്വർഗത്തിലെ അപ്പൻ്റെ അൻപാർന്ന കരം വയ്ക്കണമേ. സൗഖ്യത്തോടെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ശരീരമാസകലം നീർക്കെട്ടും വേദനയാൽ ഭാരമുള്ളവരെ സമർപ്പിക്കുന്നു. തലയ്ക്കകത്തെ വേദനയാൽ ഭാരമുള്ളവരെ ഏൽപ്പിക്കുന്നു. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവരെ ഏൽപ്പിക്കുന്നു. കാഴ്ചയും കേൾവിയും ഓർമ്മയുമില്ലാത്തവരുണ്ട്, ബുദ്ധിഭ്രമമുള്ളവരുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഷുഗറും പ്രഷറുമുള്ളവരുണ്ട്. എൻ്റെ ദൈവമായ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്. തൈറോയിഡായാലും ആസ്മയാലും ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. എല്ലാവരെയും തൃക്കരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നല്ല വൈദ്യനായ അപ്പാ ഉള്ളതുപോലെ കാണുന്ന ദൈവമേ, അറിയുന്ന കർത്താവേ, ഓരോ മക്കളെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും കാണുന്നതിനെ ഞാൻ സമ്മതിക്കല്ലേ തമ്പുരാനെ. സൗഖ്യത്തിൻ്റെ കരമൊന്ന് നീട്ടിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നതിൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വിലയേറിയ വാഗ്ദത്ത വചനം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കിടക്കയിൽ നിൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. കൈകാലൊക്കെ ചലനമില്ലാത്തവരുണ്ട് കർത്താവേ. ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ടപ്പാ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. അവരെല്ലാം ബലമുള്ള കരത്തിലോട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം മധ്യത്തിൽ മയക്കുമരുന്നിൽ കഴിയുന്നവരെ ഓർക്കുന്നു. മാനസാന്തരപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം കർത്താവേ. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പൻ്റെ കാര്യങ്ങളിൽ ഒന്നുകൂടെ സമർപ്പിക്കുകയാണ് നാഥ. ഞങ്ങളായിരിക്കുന്ന ദേശം, ചുറ്റുപാടയിൽ കുടുംബം സമർപ്പിക്കുന്നു. ഹാലലു ദിവസേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നു. വേല സ്ഥലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലിയ കർത്താവേ, സ്തോത്രം. അപ്പാ, നിൻ്റെ കരമൊന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീറുന്ന വേദനകൾ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ കർത്താവേ, എല്ലാ പ്രാർത്ഥന വിഷയം അപ്പൻ്റെ കരങ്ങളിൽ തരികയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നതിനുള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന് ആകിയാൽ നാഥ, വ്യസനത്തിനുള്ള സർവ്വമാർഗവും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ശാശ്വതമായ മാർഗത്തിൽ ഞങ്ങളെ നടത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ അഞ്ഞോർന്ന മക്കളെ സഹായിച്ചാട്ട്, പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ആ സമാധാനം ഓരോ ഉള്ളത്തിലും നൽകി സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ഏറ്റെടുക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന എൻ്റെ ദൈവം സഹായിച്ച് മതിയാകും കർത്താവ്. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയം ഏൽപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും ഈ സമയം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാവരെയും നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.